ഹായ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മളിപ്പോൾ ഓട്ടോയിലാണ്. എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാം കേട്ടോ. എനിക്ക് കോൾഡും ചുമയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് കയറി കേട്ടോ. ഇവിടുന്ന് ഏകദേശം ഒരു 50 മീറ്റർ വീട്ടിലേക്കുള്ളൂ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഏട്ടനെയാണ് കണ്ടത്. വേറെ ആരെയും നമ്മൾ കണ്ടില്ല കേട്ടോ. മോൻ സ്കൂളിൽ പോയതാണ്. ചേച്ചി കുളിക്കുകയാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോയത്. ഇത് വീടിൻ്റെ ബാക്ക് വ്യൂ ആണ്. ബാക്കിൽ വയലാട്ടോ വീടിൻ്റെ. നല്ല വ്യൂ ആട്ടോ. മോൻ ഇവിടെ എത്തിയാൽ പിന്നെ ആരെയും വേണ്ട കേട്ടോ. ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ് അവൻ. അപ്പോൾ ഏട്ടൻ്റെ കൂടെ എപ്പോഴും വല്യപ്പ എന്നാണ് വിളിക്കുക. അപ്പോൾ വല്യപ്പയെന്ന് വിളിച്ച് ഇങ്ങനെ പിന്നാലെ നടക്കുക കേട്ടോ ചെയ്യാം. അങ്ങനെ അപ്പോൾ ഇത് മുകളിൽ നിന്ന് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. ഫ്രണ്ടിൽ വയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ടിൽ മാത്രമല്ല പിന്നിലും തന്നെ വയലും കാര്യം. ഇത് ഉള്ളിൽ ടൗണിലാണ് വീട് വരുന്നത്. പക്ഷേ മെയിൻ റോഡിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. വീട്ടിൽ നേരെ കാണുന്നത് അപ്പോൾ അവിടെ കപ്പ കൃഷി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ നല്ല വ്യൂ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി. കൈപ്പയ്ക്ക ഒരു മസാലക്കറി ഉണ്ടായിരുന്നു, പിന്നെ ചോറ്, മീൻകറി, അയക്കോറ മുളകിട്ടതാണ് അതും, പിന്നെ അച്ചാർ, ചിക്കൻ വറ്റിച്ചത്, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ അതും കൂട്ടി നമ്മൾ ഊണൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് കുറച്ച് വയലിലേക്ക് ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചേച്ചിയും ചേട്ടനും മോനും കൂടെ അവിടെ മതിലിൻ്റെ സൈഡിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ക്ലീൻ ചെയ്ത് കത്തിക്കുകയാണ്. മോൻ എവിടേക്കോ പോയിട്ട് ഓല എടുത്തിട്ട് വരിക കേട്ടോ. തീ നന്നായിട്ട് കത്താൻ വേണ്ടിയിട്ട്. പക്ഷേ പച്ച പുല്ലായതുകൊണ്ട് കത്താൻ ഭയങ്കര ബുദ്ധിമുട്ട്. പുകയുന്നുണ്ടെന്നല്ലാതെ കത്തുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ സൈഡിൽ കുറേ ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഏട്ടൻ പെറുക്കി ഒരു സൈഡിലേക്ക് ഇടുക കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പുല്ലൊക്കെ വള്ളി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വലിച്ച് ഒരു സൈഡിൽ കൂട്ടി കത്തിച്ചു കേട്ടോ. പിന്നെ അവിടെ ഏട്ടൻ പെറുക്കിയിട്ട ബോട്ടിൽസൊക്കെ പുറത്തേക്ക് എടുത്തിരുന്ന ഡ്യൂട്ടി മോനായിരുന്നേ. പിന്നെ ആ ബോട്ടിൽസൊക്കെ ചാക്കിലാക്കി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ.